ഇനി നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാർബിൾ കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് അതായത് 140 ഗ്രാം മൈദ എടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അതായത് 2 ഗ്രാം ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ അതായത് 5 ഗ്രാം പാൽപ്പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വയ്ക്കുക. ഇത് സൈഡിലേക്ക് വയ്ക്കാം. വേറൊരു ബൗളിൽ സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ എടുക്കാം. 150 ഗ്രാം അതായത് 1/4 കപ്പ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര അതായത് 120 ഗ്രാം പഞ്ചസാര പൊടിച്ചെടുത്തിട്ട് ചേർക്കാം. ഇനി നല്ല ഫ്ലഫി ആയി വരുന്നത് വരെ ഇപ്പോൾ ഈ കാണുന്ന മഞ്ഞ നിറമൊക്കെ മാറി ഒരു വെള്ള നിറത്തിലേക്ക് എത്തുന്നത് വരെ ഒരു 4-5 മിനിറ്റ് നേരം ഇത് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർക്കുക. 2-3 മിനിറ്റ് വരെ ഇത് ബീറ്റ് ചെയ്യാം. ഒരു മുട്ട കൂടി ചേർക്കാം. വീണ്ടും ഒരു 3 മിനിറ്റ് കൂടി ബീറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് 2 മുട്ട കൂടി ചേർക്കാനുണ്ട്. നമ്മൾ ഇനി കൂടുതലും മുട്ട ചേർക്കും തോറും ഈ മിശ്രിതം പിരിയാനുള്ള ചാൻസ് ഉണ്ട്. ഇതിലേക്ക് ഒരല്പം മൈദ ചേർത്തിട്ട് മിക്സ് ചെയ്ത ശേഷം മുട്ട ചേർക്കുകയാണെങ്കിൽ ഇത് അധികം പിരിഞ്ഞു പോകാതെ നമുക്ക് കിട്ടും. ഒരു 1.5 ടേബിൾ സ്പൂണോളം മൈദ ചേർത്തു. ഇനി 3ാമത്തെ മുട്ട ചേർത്തിട്ട് അല്പസമയം ഇത് ബീറ്റ് ചെയ്തെടുക്കാം. വീണ്ടും കുറച്ചുകൂടി മൈദ ചേർക്കാം. അതൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് 4ാമത്തെ മുട്ട ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കാം. മുട്ടയുടെ അംശം മുഴുവൻ ഇതിലേക്ക് യോജിച്ച് വരുന്നത് വരെ ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന പൊടിയുടെ കൂട്ട് ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഫോൾഡ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ബീറ്ററിൻ്റെ ലോ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താലും മതി. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. വേറൊരു ബൗളിൽ 3 ടീസ്പൂൺ കൊക്കോ പൗഡർ എടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഫ്ലേവർ ഇല്ലാത്ത ഏതെങ്കിലും എണ്ണ ഉപയോഗിക്കാം. ഞാനിപ്പോൾ പാം ഓയിലാണ് ചേർത്തിട്ടുള്ളത്. കട്ടയില്ലാതെ യോജിപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരുന്ന കേക്ക് ബാറ്ററിൽ നിന്നും ഒരു പകുതി ഭാഗം ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി ഒരു കേക്ക് ടിൻ എടുക്കാം. ഞാൻ സ്ക്വയർ ഷേപ്പുള്ള 7 ഇഞ്ച് വലിപ്പമുള്ള ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഒരു ബേക്കിംഗ് പേപ്പർ ഇതിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം വാനില ബാറ്റർ ഒഴിക്കുക. ഇനി കൊക്കോ പൗഡർ ചേർത്തിട്ടുള്ള ബാറ്ററും ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ മാറി മാറി ഈ ബാറ്റർ ഇതുപോലെ ഒഴിക്കാം. ഇനി ഇത് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് നന്നായിട്ടൊന്ന് തട്ടിയെടുക്കുക. എന്നിട്ട് ചൂടാക്കിയിട്ടുള്ള ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 30 തൊട്ട് 35 മിനിറ്റ് വരെ ബേക്ക് ചെയ്ത് പുറത്തെടുക്കുക. നമ്മളൊരു ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് ക്ലീനായിട്ട് പുറത്ത് വന്നെങ്കിൽ കേക്ക് റെഡി ആയിട്ടുണ്ടെന്നാണ്. തെർമോമീറ്റർ ഉണ്ടെങ്കിൽ ഒരു 92 ഡിഗ്രി സെൽഷ്യസ് അതിൽ കാണിക്കുന്ന സമയത്ത് കേക്ക് പെർഫെക്റ്റായിട്ട് കുക്കായിട്ടുണ്ടാവും. ഇനി ഇതൊരു വയർ റാക്കിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നന്നായിട്ട് ചൂടാറിയ ശേഷം വേണം നമ്മളത് മുറിക്കാൻ. ഒരു 1-2 മണിക്കൂർ ഞാൻ തണുക്കാൻ വെച്ചിരുന്നു. ചൂടാറിയിട്ടുണ്ട്. നമുക്ക് മുറിക്കാം. കണ്ടോ എത്ര സോഫ്റ്റ് ആണെന്ന് കണ്ടോ. നല്ല ടേസ്റ്റുമാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ കേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ അവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് ഇവിടെ നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.